ഹായ്, വെൽക്കം ടു നഴ്സസ് ടെക്. എല്ലാവരും ഇന്ന് നടന്ന DHS സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എക്സാമിനേഷൻ എഴുതിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പൊതുവെയുള്ള അഭിപ്രായം എക്സാം ഭയങ്കര ടഫായിരുന്നു എന്നാണ്. എന്നാലും എല്ലാവരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ടഫായിരുന്നെങ്കിലും അത്രയും കുറവ് കട്ട് ഓഫ് മാർക്കൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. എല്ലാവരും ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ടൈപ്പ് ചെയ്യാത്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 20 to 30 ക്വസ്റ്റ്യൻസോളം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാലൻസ് സെക്ഷൻ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷൻ ഓഫ് ഗ്യാസ്ട്രിൻ ഈസ് ഓപ്ഷൻ എ ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി, ഓപ്ഷൻ ബി stimulate gastric secretion and gastric motility, option C stimulate gastric secretion and motility, option D inhibit gastric secretion and stimulate gastric motility. Simple question ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി stimulate gastric secretion and motility. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Hayes rule is used for measuring option A fetal length, option B fetal weight, option C quality of amniotic fluid, option D fetal circulation. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫീറ്റൽ ലെങ്ത് ആണ്. എല്ലാവരും എഴുതി കാണുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following drug cannot pass the blood brain barrier? Option A atropine, option B noradrenaline, option C tetracycline, option D chloramphenicol. ബ്ലഡ് ബ്രെയിൻ ബാരിയർ പാസ് ചെയ്യാത്ത ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി നോറഡ്രിനാലിൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് among the following statement is correct about lung? ലെങ്ങിനെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്തായാലും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റൈറ്റ് ലെങ് ഹാസ് 2 ലോബ് ആൻഡ് 1 ഫിഷർ. നമുക്കറിയാം റൈറ്റ് ലെങ്ങിന് 3 ലോബ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി ലെഫ്റ്റ് ലെങ് ഹാസ് 3 ലോബ് ആൻഡ് 1 ഫിഷർ. ലെഫ്റ്റ് ലെങ്ങിന് 2 ലോബ്സ് ഉള്ളൂ എന്ന് നമുക്കറിയാം. ഓപ്ഷൻ സി റൈറ്റ് ലെങ് ഹാസ് 3 ലോബ് ആൻഡ് 1 ഫിഷർ. അതും ഇൻകറക്റ്റ് ആണെന്ന് അറിയാം. നെക്സ്റ്റ് ഓപ്ഷൻ ഡി റൈറ്റ് ലെങ് ഹാസ് 3 ലോബ് ആൻഡ് 2 ഫിഷർ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൈറ്റ് ലെങ് ഹാസ് 3 ലോബ് ആൻഡ് 2 ഫിഷേഴ്സ്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് among the following is short curved comma shaped bacteria? ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിബ്രിയോ കോളറെ, ഓപ്ഷൻ ബി സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ് പയോജനസ്, ഓപ്ഷൻ ഡി ട്രിപ്പോണിമ പാലിഡം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വിബ്രിയോ കോളറെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, which among the following statement is not true as a guideline for specimen collection? സ്പെസിമൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദി സ്പെസിമൻ ഷുഡ് ബി കളക്റ്റഡ് in an aseptic manner. ഓപ്ഷൻ ബി there should be no harm to patient during collection of specimen. ഓപ്ഷൻ സി containers should be filled to the brim with the fluid specimen. Option D make every effort to collect specimen before starting antimicrobial therapy. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. containers should be filled to the brim with the fluid specimen. കണ്ടെയ്നേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്യില്ല. അതാണ് ഇൻകറക്റ്റ്. അതാണ് ആൻസർ. ഇതിൻ്റെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
Question number 8. Gas gran Question number 8. Gas gangrene is caused by option A. Clostridium botulinum. Option B. Clostridium tetani. Option C. Clostridium difficile. Option D. Clostridium perfringens. Correct option. Option D. Clostridium perfringens ആണ്. Question number 9. Inoculation is the method of transmission of disease in option A. Cholera. Option B. Rabies. Option C. Influenza. Option D. Gonorrhea. Correct option. Option B. Rabies ആണ്. Rabies ആണ് correct option. Question number 10. The antibody that provide natural passive immunity in newborn is newborn natural passive immunity കൊടുക്കുന്നത് ഏത് ആൻറ്റിബോഡി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IgA, ഓപ്ഷൻ ബി IgD, ഓപ്ഷൻ സി IgG, ഓപ്ഷൻ ഡി IgM. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. IgG ആണ്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈക്കാട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. A theater nurse who has shouted by a surgeon comes home and shows anger to her mother. The ego defense used her is option A. Projection. Option B. Sublimation. Option C. Displacement. Option D. Compensation. Correct answer option C. Displacement ആണ്. Correct answer. Question number 12. Method of psychology in which individual analysis one's own feeling and thought they experience is termed as ഏത് മെത്തേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഒബ്സർവേഷണൽ മെത്തേഡ്. ഓപ്ഷൻ ബി ഡെവലപ്മെൻ്റൽ മെത്തേഡ്. ഓപ്ഷൻ സി ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഓപ്ഷൻ ഡി കേസ് ഹിസ്റ്ററി മെത്തേഡ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ് കറക്റ്റ് ഓപ്ഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ. Among the following, which one is not considered as free thinking? ഫ്രീ തിങ്കിങ് ആയിട്ട് കൺസിഡേർഡ് അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. ഓപ്ഷൻ എ ഡ്രീമിങ്. ഓപ്ഷൻ ബി ഡേ ഡ്രീമിങ്. ഓപ്ഷൻ സി ഇമാജിനേഷൻ. ഓപ്ഷൻ ഡി റീസണിങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി റീസണിങ് ആണ്. റീസണിങ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ബാക്കിയെല്ലാനും ഫ്രീ തിങ്കിങ്ങിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി റീസണിങ് ആണ് കറക്റ്റ് ആൻസർ. ഇമാജിനറി പെർസെപ്ഷൻ ഈസ് നോൺ ആസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. Imaginary perception is known as option A. hallucination. Option B. illusion. Option C. paresthesia. Option D. hyperthesia. നമുക്കറിയാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹാലൂസിനേഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് concerned with factual knowledge and abstraction? Which type of memory is considered with factual knowledge and abstraction? Question ഇതാണ്. ഓപ്ഷൻ എ സെമാറ്റിക് മെമ്മറി. ഓപ്ഷൻ ബി എപ്പിസോഡിക് മെമ്മറി. ഓപ്ഷൻ സി ഫ്ലാഷ് ബൾബ് മെമ്മറി. ഓപ്ഷൻ ഡി ഇംപ്ലിസിറ്റ് മെമ്മറി. കറക്റ്റ് ഓപ്ഷൻ സെമാറ്റിക് മെമ്മറി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത്തിരി ടഫ് ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16.
ഡിസ്റ്റർബൻസസ് ഇൻ മോട്ടോർ ബിഹേവിയർ ഇസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാരനോയ്ഡ് ഷിസോഫ്രീനിയ, ഓപ്ഷൻ ബി ഡിസോർഗനൈസ്ഡ് ഷിസോഫ്രീനിയ, ഓപ്ഷൻ സി കാറ്ററ്റോണിക് ഷിസോഫ്രീനിയ, ഓപ്ഷൻ ഡി റെസിഡ്യുവൽ ഷിസോഫ്രീനിയ. കറക്റ്റ് ഓപ്ഷൻ കാറ്ററ്റോണിക് ഷിസോഫ്രീനിയ ആണ് കറക്റ്റ് ഓപ്ഷൻ. മോട്ടോർ ബിഹേവിയറായിട്ട് ബന്ധപ്പെടുന്നതാണ് കാറ്ററ്റോണിക് ഷിസോഫ്രീനിയ. സൈക്കാട്രി നല്ലോണം പഠിച്ചവരൊക്കെ ഇതിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. Which of the following is a non-therapeutic communication technique? ഏതാണ് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിമ്പതി, ഓപ്ഷൻ ബി ഹ്യൂമർ, ഓപ്ഷൻ സി വോയിസിങ് ഡൗട്ട്, ഓപ്ഷൻ ഡി യൂസിങ് സൈലൻസ്. കറക്റ്റ് ഓപ്ഷൻ ബി ഹ്യൂമർ ആണ് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. A form of thought involving preoccupation with inner world and lack of touch with reality is called. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. A form of thought involving preoccupation with inner world and lack of touch with reality is called. Option A illogical thinking, option B acoustic thinking, option C creative thinking, option D preservation. Correct option autistic thinking ആണ് correct option B. Next question number 19. Irrational fear of being away from familiar places is termed as. Rational fear of being away familiar place is termed as. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആക്രോഫോബിയ, ഓപ്ഷൻ ബി അഗോറോഫോബിയ, ഓപ്ഷൻ സി എയറോഫോബിയ, ഓപ്ഷൻ ഡി ക്ലസ്ട്രോഫോബിയ. കറക്റ്റ് ഓപ്ഷൻ ബി അഗോറാഫോബിയ ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. Non-stimulant drug with norepinephrine reuptake inhibiting action and used in treatment of ADHD is. Option A automyxin, option B methylphenidate, option D dexamphetamine, option D pimoside. കറക്റ്റ് ഓപ്ഷൻ എ അറ്റോമോക്സൈൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. Question number 21. Recurrent episode of acute severe anxiety that lead to physical symptoms and feeling of implementing DOMS. Option A generalized anxiety disorder, option B obsession compulsive disorder OCD, option C panic disorder, ഓപ്ഷൻ ഡി കോൺവെർസേഷൻ ഡിസോർഡർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പാനിക് ഡിസോർഡർ ആണ് ആൻസർ. അക്യൂട്ട് സിവിയർ ആങ്സൈറ്റി ലീഡ് ടു ഫിസിക്കൽ സിംറ്റംസ് ആൻഡ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പാനിക് ഡിസോർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. മിക്കതും സൈക്കാട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. Question number 22. A boy who is very poor in his studies was not scolded by his father when he secured a pass mark in his exam. This is an example of.
ഇതെന്തിന് എക്സാമ്പിൾ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാസീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ സി ഫോൾഡിംഗ്, ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പാസീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ. Question number 23. Which among the following is an hallucinogen that is known as peace pill? Peace pill എന്നറിയപ്പെടുന്ന ഹാലൂസിനോജൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലൈസർജിക് ആസിഡ് ഡൈതലാമൈഡ്, ഓപ്ഷൻ ബി ഫിൻസിലാഡൈൻ, ഓപ്ഷൻ സി അമിഫെറ്റാമൈൻ, ഓപ്ഷൻ ഡി ഹെറോയിൻ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഫിനിസെറ്റാഡൈൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. Among the side effect of antidepressant, which of the following is not an autoimmune side effect? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Among the side effect of antidepressant, which of the following is not an autoimmune side effect? നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡ്രൈ മൗത്ത്, ഓപ്ഷൻ ബി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഓപ്ഷൻ സി മിഡ്രിയാട്രിക്സ്, ഓപ്ഷൻ ഡി സെഡേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. സൈക്കാട്രിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. സൈക്കാട്രി നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരൊക്കെ മിക്കതും ശരിയാക്കി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 25. മിസ്റ്റർ എക്സ് ഡെവലപ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ ആഫ്റ്റർ ഹിസ് ഡിവോഴ്സ്. ഹെർ ഡിവോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ്. ഡിവോഴ്സ് എന്ത് കാറ്റഗറിയിൽ പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി പെർപ്യൂട്ടിംഗ് ഫാക്ടർ, ഓപ്ഷൻ സി പ്രീഡിസ്പോസിംഗ് ഫാക്ടർ, ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി ഫാക്ടർ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. People seek public recognition, attention and power. This is an example of. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പേഴ്സണൽ മോട്ടീവ്, ഓപ്ഷൻ ബി സോഷ്യൽ മോട്ടീവ്, ഓപ്ഷൻ സി അൺകോൺഷ്യസ് മോട്ടീവ്, ഓപ്ഷൻ ഡി സ്റ്റിമുലസ് മോട്ടീവ്. People seek public recognition, attention and power. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി സോഷ്യൽ മോട്ടീവാണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇതും സൈക്കാട്രിയിൽ തന്നെ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ഇന്നർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മൈൻഡ് കോസ്ഡ് ബൈ പ്രസൻസ് ഓഫ് two or more opposing desires which make one indecisive is called. Option A frustration, option B conflict, option C stress, option D emotion. Correct option option B conflict ആണ് correct option. Question number 28. Subsystem of personality that operate on pleasure principle and satisfaction of basic need. Option A id, option B ego, option C superego, option D type A personality. Correct option option A ആണ്, ഇതാണ് correct option. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 29th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എമംഗ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് മാരേജ്
വിച്ച് വൺ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പോളിഗമി? മാരേജിൻ്റെ കുറച്ച് ടൈപ്സ് തന്നിട്ടുണ്ട്. അതിൽ പോളിഗമി അല്ലാത്ത മാരേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പോളിഗമി, ഓപ്ഷൻ ബി സീരിയൽ മോണോഗമി, ഓപ്ഷൻ സി പോളിയാൻഡ്രി, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് മാരേജ്. കറക്റ്റ് ഓപ്ഷൻ ബി സീരിയൽ മോണോഗമി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്? ഓപ്ഷൻ എ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ടാറ്റ്, ഓപ്ഷൻ ബി സാൻഫോർഡ് ബിനറ്റ് ടെസ്റ്റ്, ഓപ്ഷൻ സി ബിൽസൺ സ്കെയിൽ, ഓപ്ഷൻ ഡി ബാറ്റിയാസ് ബാറ്ററി ഓഫ് പെർഫോമൻസ് ടെസ്റ്റ്. ഇതിൽ ഓപ്ഷൻ ബി മുതൽ ഓപ്ഷൻ ഡി വരെയുള്ളത് ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ചോദിച്ചിരിക്കുന്നത് നമ്മളോട് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ടാറ്റാണ്. ഓപ്ഷൻ എ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റാണ് കറക്റ്റ് ഓപ്ഷൻ. അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 31 to 70 ക്വസ്റ്റ്യൻ വരെ ആഫ്റ്റർനൂൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 71 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് 71 ആണ്. ബാലൻസ് ഉള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 71 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആസ് ഫാർ ആസ് ഹ്യൂമൻ പ്ലാസെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് കൺസിഡേർഡ്? ഹ്യൂമൻ പ്ലാസെൻ്റനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഹ്യൂമൻ പ്ലാസെൻ്റ ഈസ് ഡെവലപ്ഡ് ഫ്രം എൻഡോമെട്രിയൽ ലെയർ, ഓപ്ഷൻ ബി ഹ്യൂമൻ പ്ലാസെൻ്റ ഈസ് ഡെവലപ്ഡ് ഫ്രം മീസോഡെർമൽ ലെയർ, ഓപ്ഷൻ സി human placenta is developed from tropoplastic layer, option D human placenta is developed from the ectodermal layer. Correct option C ആണ് correct option. Human placenta is developed from tropoplastic layer. Tropoplastic ലെയറിലാണ് ഹ്യൂമൻ പ്ലാസെൻ്റ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു മിക്ക ആൾക്കാരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഓപ്ഷൻ. നെക്സ്റ്റും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 72. സോഫ്റ്റനിങ് ആൻഡ് കംപ്രസിബിലിറ്റി ഓഫ് ഇസ്തുമസ് ഈസ് ടേംഡ് ആസ്? സോഫ്റ്റനിങ് ആൻഡ് കംപ്രസിബിലിറ്റി ഓഫ് ദി ഇസ്തുമസ് ഈസ് ടേംഡ് ആസ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഷാഡ്വിക് സൈൻ, ഓപ്ഷൻ ബി ഒസിയാൻഡേഴ്സ് സൈൻ, ഓപ്ഷൻ സി പാൾമേഴ്സ് സൈൻ, ഓപ്ഷൻ ഡി ഹെഗാർഡ് സൈൻ. കറക്റ്റ് ഓപ്ഷൻ ഡി ഹെഗാർഡ് സൈൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്. 73. ദി ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെൻറ്റ് ഫെൽറ്റ് ബൈ ദി പ്രഗ്നൻറ്റ് മദർ ഈസ് ടേംഡ് ആസ്? പ്രഗ്നൻറ്റ് മദർ ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെൻറ്റ് ഫെൽറ്റ് ചെയ്യുന്ന ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്രാക്സൺ ഹിക്സ് കൺട്രാക്ഷൻ, ഓപ്ഷൻ ബി സ്റ്റാർട്ട്ലിംഗ് മൂവ്മെൻറ്റ്, ഓപ്ഷൻ സി ലൈറ്റനിങ്, ഓപ്ഷൻ ഡി ക്വിക്കനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ക്വിക്കനിങ് ആണ്. ഭൂരിഭാഗം പേര് ശരിയാക്കി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 74. CST സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ എ കണ്ടിന്യൂസ് സ്ട്രെസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി കോമൺ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഓപ്ഷൻ സി കൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി കൺട്രാക്ഷൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ് കൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75 ആണ്. യൂറിൻ പൊളാരിറ്റി ഈസ്? ഓപ്ഷൻ എ
the neuromuscular disharmony between two uterine segments throughout labor. Option B, the neurochemical disharmony between the two segments of uterus throughout labor. Option C, the neuromuscular harmony between the two uterine segments throughout labor. Option D, the neuromuscular disharmony between the two uterine segments during labor. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദി ന്യൂറോമസ്കുലർ ഹാർമണി ബിറ്റ്വീൻ ദി ടു യൂട്രൈൻ സെഗ്മെൻറ്റ് ത്രൂ ഔട്ട് ലേബർ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 76. 76ഉം എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. സിമ്പിളായിട്ട് OBG തന്നെ വന്നേക്കണ ക്വസ്റ്റ്യൻ ആണ്. നോർമലി ക്വസ്റ്റ്യൻ വായിക്കാം. Question number 76. Normally, the duration of second stage of labor in a primary mother varies from. പ്രൈമിയിൽ സെക്കൻഡ് സ്റ്റേജ് എത്ര ടൈം നിൽക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20 to 30 minutes. ഓപ്ഷൻ ബി 60 to 90 minutes. ഓപ്ഷൻ സി 15 to 20 minutes. ഓപ്ഷൻ ഡി 30 to 45 minutes. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 60 to 90 minutes. പ്രൈമറിയിൽ കൂടുതൽ ടൈം എടുക്കും, സെക്കൻഡ് ഗ്രാവിഡിയിലും തേർഡിലും ഒക്കെ കുറവ് ടൈമേ എടുക്കുള്ളൂ. പ്രൈമറിയിലാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 77. ദി നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 live birth occurring in first 12 month of life is known as. The number of death per 1000 live birth occurring in first 12 month of life is known as. Option A, infant mortality rate. Option B, maternal morbidity rate. Option C, maternal mortality rate. ഓപ്ഷൻ ഡി പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. നമുക്കറിയാം ഓപ്ഷൻ എ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഈ സെക്ഷനൊക്കെ എല്ലാവരും ഒരുവിധം ആൻസർ ചെയ്തിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിക്കതും. ഏറ്റവും അവസാനമൊക്കെ ആവാറായി പോകും. ക്വസ്റ്റ്യൻ നമ്പർ 78. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആസ് ഫാർ ആസ് പാർട്ടോഗ്രാഫ് ഈസ് കൺസിഡേർഡ്. പാർട്ടോഗ്രാമിനെ പറ്റി 3-4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് ഇൻക്രീസ് ദി ചാൻസ് ഓഫ് പ്രൊലോങ്ഡ് ലേബർ. ഓപ്ഷൻ ബി, ഇറ്റ് പ്രെഡിക്റ്റ് എനി ഡീവിയേഷൻ ഫ്രം നോർമൽ ഡ്യൂറേഷൻ ഓഫ് ലേബർ എവരി early. ഓപ്ഷൻ സി, ഫെസിലിറ്റേറ്റ് ഈസി ഹാൻഡ്ലിംഗ് ഓവർ ബിറ്റ്വീൻ ഷിഫ്റ്റ് സ്റ്റാഫ്. Option D, help in reducing maternal mortality and morbidity. Correct answer option A ആണ്. It increase the chance of prolonged labor. പാർട്ടോഗ്രാഫിനെ പറ്റി നോട്ട് ട്രൂ ആണ് ചോദിച്ചിരുന്നത് 3-4 സ്റ്റേറ്റ്മെൻറ്റിൽ. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഇറ്റ് ഇൻക്രീസ് ദി ചാൻസ് ഓഫ് പ്രൊലോങ്ഡ് ലേബർ ആണ് കറക്റ്റ് ഓപ്ഷൻ. Question number 79. Which statement among the following is true for us? Maturation of Graafian follicle is considered. Graafian follicle മെച്ചുറേഷനെ പറ്റി സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മെച്ചുറേഷൻ ഓഫ് Graafian follicle is only influenced by FSH. Option B, maturation is purely influenced by LH. Option C, maturation is influenced by both LH and FSH. Option D, maturation is influenced by only progesterone. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും ആൻസർ ഇപ്പോൾ കിട്ടിക്കാണും. ഓപ്ഷൻ സി ആണ്
മെച്ചുറേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് FSH ആൻഡ് LH. ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 80. ICM stands for Option A, International Council of Midwives. Option B, International Confederation of Midwives. Option C, Indian Council of Midwives. Option D, Indian Community of Midwives. Correct option Option B ആണ് correct option. Integration Confederation of Midwives ആണ് correct option. നെക്സ്റ്റ് റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പർപ്പസീവ് സാമ്പിളിംഗ്. ഓപ്ഷൻ ബി കൺവീനിയൻസ് സാമ്പിളിംഗ്. ഓപ്ഷൻ സി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓപ്ഷൻ ഡി കോട്ട സാമ്പിളിംഗ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 82. Which is the variable that is manipulated by the researcher? Option A, dependent variable. Option B, independent variable. Option C, control variable. Option D, confounding variable. Correct option Option B ആണ് independent variable ആണ് correct option. Next question number 83. Statement of predictor relationship between two or more variables. Option A, hypothesis. Option B, assumption. Option C, concept. Option D, construct. ഇത് സിമ്പിൾ ആണ്, ശരിയാക്കി കാണും. ഓപ്ഷൻ എ ഹൈപ്പോതീസിസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മിക്കവരും ശരിയാക്കി കാണാൻ സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? ക്വസ്റ്റ്യൻ നമ്പർ 84. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓപ്ഷൻ ബി റേഞ്ച്. ഓപ്ഷൻ സി മീൻ. ഓപ്ഷൻ ഡി വേരിയൻസ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി മീൻ ആണ് correct option. Next question number 85. Which of the following is a design of quantitative research? Which of the following is a design of quantitative research? Option A, ethnography. Option B, grounded theory. Option C, case study. Option D, experimental. Correct option Option D, experimental ആണ് correct option. Option D. Question number 86. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 86. വാട്ട് ഈസ് ദി നഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ഇൻ ആൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്? നഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ICUവിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1:1. ഓപ്ഷൻ ബി 1:3. ഓപ്ഷൻ സി 1:5. ഓപ്ഷൻ ഡി 1:6. നമുക്കറിയാം ഓപ്ഷൻ എ 1:1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 87. Which type of budget describes day-to-day expense of a unit? Option A, capital budget. Option B, operating budget. Option C, revenue budget. Option D, personal budget. Correct option Option B ആണ് operating budget ആണ് correct option.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 88 ആണ്. അസൈൻമെന്റ് ഓഫ് അതോറിറ്റി ടു അനദർ പേഴ്സൺ to carry out specific responsibility is known as. Option A delegation, option B leadership, option C supervision, option D motivation. Correct option A ആണ്. Delegation ആണ് correct option. Next question number 89. In which leadership style the leader takes decision without considering options of followers? Option A democratic, option B laissez-faire, option C transactional, option D autocratic. Correct option D autocratic ആണ് correct option. Question number 90. Which ethical principle gives direction regarding telling truth? Option A fidelity, option B veracity, option C confidentiality, option D beneficence. Option B veracity ആണ് correct option. Next question number 91 ആണ്. Getting informed written consent from a pre-operative patient comes under. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും വായിച്ചാൽ ഒരു ലോജിക്കൽ തിങ്കിങ് വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 91. Getting informed written consent from a pre-operative patient comes under. Option A justice, option B confidentiality, option C legal responsibility, option C legal responsibility, option C fidelity. Correct option C legal responsibility ആണ് correct option. Question number 92. Which is the type of assignment in which the nurse provide complete care of assigned patient? Which is the type of assignment in which nurse provide complete care assigned patient? Option A functional method, option B case method, option C term method, option D none of these. Correct option B case method ആണ് correct option. Next question number 93. Which inventory control method is based on cost of the item? Option A BED analysis, option B FSN analysis, option C HML analysis, option D SDE analysis. Correct option C HML analysis ആണ് correct option. Next question number 94. Which of the following is a principle of management? Option A supervision, option B leadership, option C scalar chain, option D communication. Correct option C scalar chain ആണ് correct option. Next question number 95. Who introduced the principle of management? ആരാണ് principle of management? Who introduced the 14 principle of management? Option A Elton Mayo, option B F.W. Taylor, option C Max Weber, option D Herney Fayol. Correct answer option D Herney Fayol ആണ് correct answer. Next question number 96 ആണ്. By education I mean an all round drawing out the best in child and man, boy, mind and spirit.
ഹൂ ഈസ് സ്റ്റേറ്റഡ് ദിസ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി ജോൺ ഡെവി, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദ. കറക്റ്റ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. Which among the following is an example of three-dimensional audio-visual aid? എല്ലാവർക്കും സിമ്പിളായിട്ട് ലോജിക്കൽ തിങ്കിങ് വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ എ ബ്ലാക്ക് ബോർഡ്, ഓപ്ഷൻ ബി ചാർട്ട്, ഓപ്ഷൻ സി ഫ്ലാഷ് കാർഡ്, ഓപ്ഷൻ ഡി മോഡൽ. ഓപ്ഷൻ ഡി മോഡലാണ് 3-dimensional audio aid. Next question number 98. Which of the following is an advantage of lecture method? lecture methodന്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാസീവ് സ്റ്റുഡൻസ്, ഓപ്ഷൻ സി മോണ്ടോമസ്, ഓപ്ഷൻ സി ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ്, ഓപ്ഷൻ ഡി ടൈം കൺസ്യൂമിങ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 99. വാട്ട് ഈസ് ദി ആൻഡ്രോഗോഗി? Question number 99. What is andragogy? Option A child education, option B adult education, option C computer assisted learning, option D problem based learning. Correct option B ആണ് correct option. Adult education ആണ് correct option. Next question number 100, last question ആണ്. Which is the type of evaluation conducted at the end of course? Option A summative evaluation, option B formative evaluation, option C norm reference evaluation, and next option D criterion referenced evaluation. Correct answer summative evaluation ആണ് correct answer. ബാലൻസ് സെക്ഷൻ നമ്മൾ ഒരു 30 to 70 ക്വസ്റ്റ്യൻസോളം ആൻസർ ചെയ്തിട്ടില്ല. അതിൻ്റെ ആൻസർ ആഫ്റ്റർനൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഇത്രയും ആൻസർ ചെയ്തതിൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ എത്രത്തോളം കറക്റ്റ് ചെയ്തു, എത്രത്തോളം കറക്റ്റ് ആക്കിയില്ല, എല്ലാവർക്കും ഒരുവിധം ഒരു ആൻസർക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി സെക്ഷൻ ആഫ്റ്റർനൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.